സുഹൃത്തുക്കളെ വീണ്ടും നിങ്ങളെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വിച്ച് മന്ത്ര പരമ്പരയിലെ ഈ മന്ത്രം എല്ലാത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങളെയും പുറന്തള്ളുന്നതിനുള്ള ഒരു മഹാമന്ത്രമാണ്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഗുണകരമായ വിഷയങ്ങൾ ഈ ചാനലിൽ ഞങ്ങൾ പറയുന്നുവെന്ന് വിശ്വസിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത്. ശത്രുക്കൾ ആരും ഇല്ലാത്ത ആളുകൾ ഉണ്ട്. അതുപോലെ ശത്രുക്കൾ കാരണം ജീവിത വിജയങ്ങൾ നേടുവാൻ കഴിയുന്നില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല, ഇതുപോലെ പറയുന്നവരെയും നമുക്ക് ദിനവും കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ജീവിതത്തിൽ നിന്നും തുടച്ചുമാറ്റുവാൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഈ മഹാമന്ത്രം കൊണ്ട് കഴിയും. ഈ സ്വിച്ച് മന്ത്രം മഹാസുദർശന മന്ത്രം എന്നും അറിയപ്പെടുന്നു. സഹസ്രാരഹും ഫഡ് എന്ന ഈ മന്ത്രം സഹസ്രാരഹും ഫൾ എന്നും ജപിക്കാം. സഹസ്രാരം എന്ന വാക്കിന്റെ അർത്ഥം 1000 ഇതളുകൾ എന്നാണ്. ഇത് ഒരു ആത്മീയ ഊർജ്ജ കേന്ദ്രത്തെ പ്രതീകപ്പെടുത്തുന്നു. ഹം എന്നത് ഒരു ബീജമന്ത്രമാണ്. ഫഡ് എന്നാൽ മറയ്ക്കുക അല്ലെങ്കിൽ പുറത്തുവിടുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സഹസ്രാരഹും ഫഡ് ഈ മന്ത്രത്തിന്റെ അർത്ഥം സഹസ്രാര ഊർജ്ജ കേന്ദ്രത്തെ അനാവരണം ചെയ്ത് സ്വതന്ത്രമാക്കുക എന്നാണ്. മഹാസുദർശനം എന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ ശക്തിയേറിയ ആയുധമായ ചക്രത്തിന്റെ പേരാണ്. ഇത് തന്റെ അനുയായികളുടെ കഷ്ടപ്പാടുകൾക്ക് ഉടനടി ആശ്വാസം നൽകാൻ ഉപയോഗിക്കുന്നു. ഈ സ്വിച്ച് മന്ത്രം എല്ലാത്തരം നിഷേധാത്മകതകളെയും ഗ്രഹദോഷത്തെയും മന്ത്രവാദത്തെയും ആകർഷണ കർമ്മം, വശീകരണ കർമ്മം, സ്തംഭന കർമ്മം എന്നിവയും നീക്കം ചെയ്യാൻ വളരെ ഗുണം ചെയ്യും. അതായത് നിങ്ങളുടെ ശത്രുക്കളുടെ നശീകരണം, നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, മറ്റുള്ളവരുടെ വശീകരണങ്ങൾ, വീട്ടിലെ ദോഷങ്ങൾ എന്നിങ്ങനെ എല്ലാത്തരം പ്രശ്നങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യുവാൻ വിഷ്ണു ഭഗവാന്റെ ഈ സുദർശൻ മന്ത്രം സഹായിക്കുന്നു. ആകാശരോഗശാന്തിയിലും ഈ മന്ത്രം സഹായിക്കുന്നു. വളരെ ശക്തവുമായ സ്വിച്ച് മന്ത്രത്തിന്റെ പതിവ് ജപം സുദർശനത്തിൽ നിന്ന് ശക്തി തേടുകയും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാപരമായ ശക്തികളെയോ തടസ്സങ്ങളെയോ ഓടിക്കുകയും ചെയ്യുന്നു. ഇത് പ്രേതങ്ങളെ പുറത്താക്കുന്നതിനും ശത്രുക്കളെ ജയിക്കുന്നതിനും നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിലെ ഇരുട്ടിനെ പോലും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. അങ്ങനെ സുദർശന ഭഗവാന്റെ കൃപയാൽ ആത്മീയ പുരോഗതിക്കും ആത്മശുദ്ധീകരണത്തിനും സഹായിക്കുന്നു. ഇത് ജപിക്കുന്നവരെയും കേൾക്കുന്നവരെയും ധ്യാനിക്കുന്നവരെയും സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മന്ത്രം നിഗൂഢവും പവിത്രവുമായി കണക്കാക്കപ്പെടുന്നു. നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ദുഷ്ടശക്തികളെയും അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർച്ചയായി 40 ദിവസം എല്ലാ ദിവസവും 108 തവണ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. എല്ലാത്തരം നിഷേധാത്മകതകളിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നത്ര മാനസികമായി ജപിക്കുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി ഈ മന്ത്രം എപ്പോൾ ജപിക്കണം എന്നാണ് പറയുന്നത്. ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഈ മന്ത്രം സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വാഭാവിക താളങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ ഈ കാലയളവ് ആത്മീയ പരിശീലനങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ സമയം പറ്റാത്തവർ അസ്തമയശേഷവും 108 തവണ വീതം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ജപിക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിനു മുന്നിൽ ഇരുന്നു ജപിക്കുക. കയ്യിൽ സുദർശന ചക്രവും പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ചിത്രമാണ് കൂടുതൽ നല്ലത്. ജപം തുടങ്ങുമ്പോൾ മഹാസുദർശന ചക്രവും പിടിച്ചു നിൽക്കുന്ന വിഷ്ണു ഭഗവാന്റെ രൂപം മനസ്സിൽ ഉണ്ടാവണം. ആ മഹാസുദർശനത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശത്രുക്കളെയും തകർക്കും, എല്ലാ തടസ്സങ്ങളും മാറ്റി നൽകുമെന്ന വിശ്വാസത്തോടു കൂടി ജപിക്കുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭഗവാന്റെ അനുഗ്രഹവും രക്ഷയും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകുവാൻ ഈ മന്ത്രം സഹായകരമാവും. ഞങ്ങളുടെ ചാനലിലെ ചില വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയം എങ്കിൽ ഇതുവരെ കാണാത്തവർ അത് കാണുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസ് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന ഇമെയിൽ വിലാസത്തിലും അയച്ചു തന്നാൽ അത് സത്യം എന്ന് മനസ്സിലായാൽ മറുപടി നിങ്ങൾ പറയുന്ന വിലാസത്തിൽ അയച്ചു തരുകയോ നിങ്ങളുടെ ഫോൺ നമ്പറിൽ അറിയിക്കുന്നതാണ്. ഈ വിവരങ്ങൾ ഞങ്ങൾ പറയാൻ നിങ്ങളുടെ പ്രോബ്ലംസ് സത്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന തെളിവുകൾ നൽകേണ്ടതാണ്. ശരിയായ വിശ്വാസികൾക്ക് ഞങ്ങൾക്ക് കഴിയാവുന്ന വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ പ്രോബ്ലംസ് എന്തായാലും കമന്റ് ആയി പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റുന്ന പരിഹാരം പുതിയ വിഷയമായി അവതരിപ്പിക്കുന്നതാണ്. പലരും അവരുടെ പ്രോബ്ലംസ് പറഞ്ഞു, ആ വിഷയത്തെപ്പറ്റി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില താമസങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. സുഹൃത്തുക്കളെ മനസ്സിലാക്കി വിശ്വാസത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട് ജപിക്കുക, നേടുക. മറ്റൊരു വിഷയവുമായി അതിനു പരിഹാരവുമായി നമുക്ക് വീണ്ടും കാണാം.